ഉത്തരാഖണ്ഡിലെ കോട്ട്ദ്വാറിൽ നിന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ദൃശ്യങ്ങൾ നമ്മുടെ മനസാക്ഷി തന്നെ ഉണർത്തുന്ന ഒന്നായിരുന്നു. ഒരു ഭാഗത്ത് വിദ്വേഷവും വർഗീയതയും ആക്രോശമായി നിൽക്കുമ്പോൾ മറുഭാഗത്ത് ഒരൊറ്റ മനുഷ്യൻ, ദീപക് കുമാർ. ഭയത്തിന് കീഴടങ്ങാതെ മാനവികതയ്ക്ക് വേണ്ടി നിലകൊണ്ട ഒരു മനുഷ്യന്റെ കഥയാണിത്. എന്താണ് ശരിക്കും സംഭവിച്ചത്? ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിനാണ് ഇത് നടക്കുന്നത്. വക്കീൽ അഹമ്മദ് എന്ന 70 വയസ്സുകാരനായ ഒരു മുസ്ലിം അമ്മാവൻ നടത്തുന്ന ഒരു കട. ആ കടയുടെ പേരാണ് ബാബ സ്റ്റിച്ചിങ് സെന്റർ. ആ കടയിലേക്ക് ഒരു കൂട്ടം ബജ്രംഗ് ദൾ പ്രവർത്തകർ വരുന്നു. എന്താണ് അവരുടെ ആവശ്യം? ബാബ എന്ന പേര് മാറ്റണം. കാരണം അത് ഹിന്ദുക്കളുടെ പേരാണ്. ഒരു മുസ്ലിം കട നടത്തുന്നയാൾ ബാബ എന്ന പേര് ഉപയോഗിക്കാൻ പാടില്ല എന്നായിരുന്നു അവരുടെ വാദം. ആ വയോധികൻ നിസ്സഹായനായി നിൽക്കുമ്പോഴാണ് ദീപക് അവിടേക്ക് കടന്നു വരുന്നത്. ആക്രോശങ്ങൾക്ക് മുമ്പിൽ ഭയപ്പെടാതെ ദീപക് ചോദിച്ചു, 30 വർഷമായി ഇവിടെ നിൽക്കുന്ന കടയുടെ പേര് മാറ്റാൻ നിങ്ങൾ ആരാണ്? സംഘർഷം മുറുകിയപ്പോൾ ദീപകിന്റെ പേര് ചോദിച്ചവരോട് അദ്ദേഹം കൊടുത്ത മറുപടി ഇപ്പോൾ ഇന്ത്യ മൊത്തം വൈറലാണ്. മേരാ നാം മുഹമ്മദ് ദീപക് ഹെ എന്നാണ് അദ്ദേഹം കൊടുത്ത മറുപടി. അതായത് എന്റെ പേര് മുഹമ്മദ് ദീപക് എന്നാണ്. അത് അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ട് പറഞ്ഞതല്ല, വേട്ടയാടപ്പെടുന്ന ആൾക്കൊപ്പം ഐക്യദാർഢ്യപ്പെടുന്നത് കൊണ്ട് പറഞ്ഞതാണ്. ഞാൻ ഹിന്ദുവല്ല, മുസ്ലിമുമല്ല, സിഖുമല്ല. ഞാൻ ആദ്യം ഒരു മനുഷ്യനാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് മുമ്പിൽ ആദ്യം പറയേണ്ടത് എന്റെ മനുഷ്യത്വത്തെ കുറിച്ചാണ്, അല്ലാതെ മതത്തെക്കുറിച്ച് അല്ല. ദീപകിന്റെ ഈ വാക്കുകളാണ് ഇപ്പോൾ രാജ്യം ഏറ്റെടുത്തിരിക്കുന്നത്. എന്നാൽ ഈ ധീരത കാരണം ദീപക് നേരിടേണ്ടി വന്നത് വലിയ വെല്ലുവിളികളാണ്. വിശ്വ ഹിന്ദു പരിഷത്ത് ദീപകിനും ദീപകിന്റെ സുഹൃത്തിനുമെതിരെ കേസ് ഫയൽ ചെയ്തു. ഇത് പോലീസ് FIR ഇടുകയും ചെയ്തു. കലാപാഹ്വാനം, മർദ്ദനം, സമാധാനം തകർക്കൽ തുടങ്ങിയവയാണ് ദീപകിനെതിരെ ചുമത്തിയിരിക്കുന്ന കേസുകൾ. ആരാണ് അവിടെ സമാധാനം തകർക്കാൻ വന്നത്? ബാബ എന്ന പേര് മാറ്റണമെന്ന് പറഞ്ഞ് അവിടേക്ക് കയറി വന്ന ബജ്രംഗ് ദൾ പ്രവർത്തകരാണോ, അതോ അയാളെ രക്ഷിക്കാൻ വന്ന ദീപക് ആണോ? ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ അനുസരിച്ച് ആദ്യം വന്നവർ സമാധാന പാലകരും ദീപക് കലാപാഹ്വാനം നടത്താൻ വന്നയാളുമാണ്. ദീപകിന്റെ വീടിനും ജിമ്മിനും മുമ്പിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഈ പ്രതിഷേധങ്ങൾക്കോ ഈ കേസുകൾക്കോ തന്നെ തളർത്താൻ കഴിയില്ല എന്നാണ് ദീപക് പറയുന്നത്. ഈ സംഭവത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം ദീപകിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. വിദ്വേഷത്തിന്റെ മാർക്കറ്റിൽ സ്നേഹത്തിന്റെ കട തുറന്ന വെളിച്ചമാണ് ദീപക് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. സമൂഹത്തിൽ വിദ്വേഷം പടർത്താൻ ശ്രമിക്കുന്നവർക്ക് ഒരു പാഠമാണ് ദീപക്. നീതിക്കൊപ്പം നിൽക്കാനായി നമുക്ക് വലിയ പദവികളോ അധികാരമോ ഒന്നും വേണ്ട, സഹജീവി സ്നേഹം മാത്രം മതിയെന്ന് ദീപക് തെളിയിക്കുന്നു. നമ്മൾ ദീപകിനൊപ്പം ഐക്യദാർഢ്യപ്പെടുക തന്നെ ചെയ്യണം. കാരണം അയാൾ സംരക്ഷിക്കുന്നത് ഒരു കടയുടെ പേരല്ല, നമ്മളുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന സാഹോദര്യമാണ്.